അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, ഇന്ന് പിറ കണ്ടു കഴിഞ്ഞാൽ 2026 നമ്മുടെ റമളാൻ്റെ ആദ്യത്തെ രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതിനാൽ തന്നെ വിശ്വാസി സമൂഹമെല്ലാം മുസ്ലിം ഉമ്മത്തെല്ലാം കാതോർക്കുകയാണ്. ഇന്നത്തെ മഗ്‌രിബ് വാങ്കോട് കൂടി അല്ലാഹ് പരിശുദ്ധ റമളാൻ രാവ് നമ്മിലേക്ക് കടന്നു വരുമോ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് മുസ്ലിം സമൂഹം മൊത്തം കാതോർക്കുന്നത്. അതിനാൽ തന്നെ ഈ ആനന്ദവേളയിൽ, ഈ സുന്ദര മുഹൂർത്തത്തിൽ പരിശുദ്ധ റമളാൻ്റെ ആദ്യത്തെ രാവ് ഇന്ന് മഗ്‌രിബ് വാങ്കോടുകൂടി പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇന്ന് റമളാൻ്റെ 29ാമത്തെ ദിനത്തിലാണ്, പകലിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. അതിനാൽ തന്നെ പരിശുദ്ധമായ റമളാൻ്റെ ഒന്നാമത്തെ രാവ് മഗ്‌രിബ് വാങ്കോട് കൂടി നമ്മളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മൾ ഓർത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു 11 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ രാവിൽ ഒരു കുഞ്ഞു സൂറത്ത് അത് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സൂറത്ത് നമ്മൾ ഓതുന്നതിലൂടെ അൽഹംദുലില്ലാ സമ്പൽ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു നൽകും. അതുപോലെ തന്നെ ഈ വർഷത്തിൽ നമുക്ക് കിട്ടേണ്ട എല്ലാ ഖൈറും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു നൽകുന്ന ഒരു കുഞ്ഞു സൂറത്ത് അത് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഈ രാവിൽ നമ്മൾ ഓർത്ത് ചെയ്യേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ രാവിൽ നമ്മൾ പ്രത്യേകം സ്പെഷ്യൽ ചൊല്ലേണ്ട ദിക്റുകളും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ഖൈരി ഇബാദില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിമിഷത്തിൽ ശഅബാൻ്റെ 29ാമത്തെ ദിനത്തിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ ഇന്ന് മഗ്‌രിബ് വാങ്കോട് കൂടി ഒരു പക്ഷേ പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മളിലേക്ക് സമാഗതമാകുന്നത് മുസ്ലിം വിശ്വാസി സമൂഹത്തിന് പകരം വെക്കാനില്ലാത്ത ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. റമളാൻ്റെ ആദ്യത്തെ രാവ്, ഫസ്റ്റ് നൈറ്റ്, റമളാൻ്റെ ആദ്യത്തെ രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതിനാൽ തന്നെ ഈ ആനന്ദ മുഹൂർത്തത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ഇബാദത്തുകൾ കൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഈ 2026 നോമ്പ് നമുക്ക് എല്ലാ പോരിഷുകളും, എല്ലാ റഹ്മത്തുകളും, എല്ലാ നന്മകളും നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. ഈ രാവ് മാത്രമല്ല, ഈ 2026 ഈ നോമ്പ് മൊത്തം നമുക്ക് കരസ്ഥമാക്കാൻ കുറഞ്ഞ ഇബാദത്തുകൾ, ഈ രാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. അതിനാൽ തന്നെ ഇന്നത്തെ മഗ്‌രിബ് വാങ്കോട് കൂടി ഒരു പക്ഷേ പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മളിലേക്ക് റമളാൻ്റെ ആദ്യത്തെ രാവ് കയറി വരികയാണ്. മുസ്ലിം സമൂഹം കാതോർക്കുന്ന ആ പരിശുദ്ധമായ രാവ് ഒരു പക്ഷേ ഇന്നത്തെ സൂര്യാസ്തമാനത്തോടു കൂടി പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അൽഹംദുലില്ലാ ആകാശലോകത്ത്, വാനലോകത്ത് നടക്കുന്ന അത്ഭുതം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹിയായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. അതിനാൽ തന്നെ നമ്മൾ എന്ത് ദുആ ചെയ്താലും സ്വീകരിക്കപ്പെടും. നമ്മൾ
അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ത് ദുആ ചെയ്താലും സ്വീകരിക്കപ്പെടുന്ന ആ പരിശുദ്ധമായ രാവ് നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ വലിയൊരു സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു നൽകുകയാണ്. അതിനാൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇന്നത്തെ പരിശുദ്ധമായ ഈ രാവിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാനലോകത്ത് നടക്കുന്ന അത്ഭുതങ്ങളിൽ ഫുത്തിയത്ത് സമാ, ആകാശ ഗോളങ്ങൾ, ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അതെന്ത് വേണ്ടിയിട്ടാണ്? ഇജാബത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇജാബത്ത് അള്ളാഹുവിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിൻ്റെ ഡോറുകൾ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് പരിശുദ്ധ റമളാൻ്റെ ആദ്യത്തെ രാവ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നമ്മൾ എന്ത് ദുആ ചെയ്തു കഴിഞ്ഞാലും ഉടനെ ഇജാബത്ത് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ രാവ് നമ്മളിലേക്ക് സമാഗതമാകുന്നതോടുകൂടി ആകാശത്തിൻ്റെ എല്ലാ ഡോറുകളും തുറക്കപ്പെടുകയാണ്. കൂടാതെ സ്വർഗത്തിൻ്റെ വാതിലുകൾ, സ്വർഗത്തിൻ്റെ 8 വാതിലുകളും നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ നരകത്തിൻ്റെ വാതിലുകളെല്ലാം, 7 കവാടങ്ങളെല്ലാം അടക്കപ്പെടുന്നു. കൂടാതെ പിശാചുകളെ ബന്ധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്നവർ, ചാരിറ്റി നടത്തുന്നവർ, മറ്റുള്ളവരെ പല നിലക്കും സഹായിക്കുന്നവർ, ഖുർആൻ ഓതുന്നവർ, എല്ലാവർക്കും വേണ്ടിയിട്ടും പരിശുദ്ധ ജന്നത്ത്, സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിക്കപ്പെടും. അവർക്ക് വേണ്ടിയിട്ട് പുണ്യ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്വാലിഹായ അമലുകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു രാവിലെ സ്വർഗത്തെ അലങ്കരിക്കപ്പെടും. അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്വർഗത്തെ അണിയിച്ചൊരുക്കപ്പെടുന്നത് ഈ പരിശുദ്ധമായ രാവിലാണ്. ഇതെല്ലാം ഈ പരിശുദ്ധമായ രാവിലെ ഉണ്ടാകുന്ന അത്ഭുതങ്ങളാണ്. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ രാവിൽ തീർച്ചയായിട്ടും മുസ്ലിം സമൂഹം കാതോർക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ പരിശുദ്ധ രാവ്, ഇത് ഇന്നത്തെ രാവിൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് ഈ രാവിലെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പിന്നീടുള്ള നമുക്ക് ആ 30 ദിനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കരസ്ഥമാക്കാനും അതുപോലെ തന്നെ അതിലുള്ള എല്ലാ നന്മകളും നമുക്ക് സ്വായത്തമാക്കാനും സാധിക്കും. അതിനാൽ തന്നെ ഈ രാവിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. അതിനാൽ ഫസ്റ്റ് ഫോർ നമ്മൾ ഓർത്തറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതൊരു മാസവും നമ്മിലേക്ക് ആഗതമാകുന്ന സമയത്ത് അൽഹംദുലില്ലാ നമ്മൾ ഒരു ദുആ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ മാസം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ അത്ഭുതം നടക്കുന്ന ഈ പരിശുദ്ധമായ രാവിൽ നമ്മൾ ഓർത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പരിശുദ്ധമായ ദുആ ആണ്. പരിശുദ്ധ മാസത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്തതിൻ്റെ പേരിൽ അള്ളാഹുലേക്ക് വേണ്ടി ഒരു ദുആ ചെയ്യലാണ് നമ്മൾ ഫസ്റ്റ് ഫോർ ചെയ്യേണ്ടത്. ചെയ്തുകൊണ്ടാണ് മുന്നേറേണ്ടതെന്നാണ് പരിശുദ്ധ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും റളിയല്ലാഹു അൻഹു പറയുന്നു, പിറ കണ്ടു കഴിഞ്ഞാൽ റമളാൻ്റെ ആദ്യത്തെ രാവിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടുത്തെ മനസ്സും ശരീരവുമെല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് 2 കൈയും ഉയർത്തിക്കഴിഞ്ഞ് ഇപ്രകാരം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത് ഈ ദുആയാണ്. ചെയ്തുകൊണ്ടാണ് മുന്നേറേണ്ടതെന്നാണ് പരിശുദ്ധ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ അല്ലാഹുമ്മ അക്ബർ അഹിലു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി എന്ന് തുടങ്ങുന്ന ഈ പരിശുദ്ധമായ ഈ ദുആ,
ഇതാണ് നമ്മിലേക്ക് റമളാൻ്റെ ആദ്യത്തെ രാവ് നമ്മിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ദുആയാണ്. എന്താണ് ഈ ദുആയിൽ പറയുന്നത്? അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഈ നിർഭയത്വമുള്ള, ഒരാളെയും പേടിക്കാത്ത, ഭയപ്പെടാത്ത, ആർജവമുള്ള ഒരു പിറ ആക്കിത്തരണമേ. ഈമാനും സലാമത്തും പരിശുദ്ധ ഈമാനിക ചൈതന്യം അതെല്ലാം ഞങ്ങൾക്ക് നിറച്ചു നൽകണമേ. ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണമേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉപജീവന മാർഗമായ കച്ചവടം, അതുപോലെ തന്നെ ബിസിനസ്, കൃഷി എന്നിവിടങ്ങളിലെല്ലാം ഹലാലായ സമ്പത്ത് സ്വായത്തമാക്കാനുള്ള ആ ഒരു മാർഗം ഞങ്ങൾക്ക് തുറന്ന് നൽകണമേ. ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും നൽകണമേ. കൂടാതെ പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് ഞങ്ങൾക്ക് ചെന്നു ചേരാനുള്ള ആ ഒരു തൗഫീക്ക് നൽകണമേ എന്നാണ് ഈ പരിശുദ്ധമായ ദുആയുടെ സാരം. അതുപോലെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണം. സകല രോഗങ്ങൾക്കും ഞങ്ങളിൽ വന്നു ചേർന്നു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഞങ്ങൾക്ക് ശമനം നൽകണം. ഒരു ജലദോഷം പോലും ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകരുത്. അത് കാരണമായിട്ട് നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആ ഒരു അവസരം നഷ്ടപ്പെടരുത്. കൂടാതെ റമളാൻ മാസത്തിൽ നല്ല ആർജവത്തോടു കൂടി, നല്ല ശക്തിയോടു കൂടി ഖുർആൻ പാരായണം ചെയ്യാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാകാനും അതുപോലെ തന്നെ അമലുകളിൽ വ്യാപൃതമാകാനും എല്ലാം തൗഫീക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദുആയാണ് ഈ ദുആ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖ എന്ന് തുടങ്ങുന്ന ഈ ദിക്ർ 3 തവണ ഉച്ചരിക്കുക. അതിനുശേഷം നമ്മൾ പറയേണ്ട ദുആ അൽഹംദുലില്ലാഹി അല്ലദീ ദഹബ ബിശ്ശഹരി ഷഅബാൻ വജാഹ ബിശ്ശഹരി റമളാൻ എന്ന് തുടങ്ങുന്ന ഈ പരിശുദ്ധമായ ദിക്ർ. അതായത് നമ്മുടെ പരിശുദ്ധ റമളാൻ രാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്ന ഈ ദുആ നമ്മൾ ഉരുവിടുക എന്നതാണ്. ഇത്രയും നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ചുരുങ്ങിയത് നമ്മൾ അല്ലാഹു അക്ബർ, ഈ പരിശുദ്ധ മാസത്തിലേക്ക് ഞങ്ങളെ കൈപ്പിടിച്ച് നീ കൊണ്ടുവന്നല്ലോ അല്ലാ, അതിന് നമ്മൾ അല്ലാഹു അക്ബർ, അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം? പ്രകീർത്തിക്കണം. അതുപോലെ തന്നെ അൽഹംദുലില്ലാ, പരിശുദ്ധമായ രാവിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചല്ലോ, ഞങ്ങളെ എത്തിച്ചു തന്നല്ലോ, അതിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം. അതാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത്. രണ്ടാമതായി നമുക്ക് ചെയ്യേണ്ടത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണമാണ്. മുൽക്കിൻ്റെ പാരായണം എന്ന് പറയുമ്പോൾ ഈ മാസത്തിൻ്റെ ഈ രാത്രിയിലെ സൂറത്ത് മുൽക്കിൻ്റെ സുന്നത്തിനെ കരുതിയിട്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോഴേ തീർച്ചയായിട്ടും അതിൻ്റെ കൂലി നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു ഫർളിന് ഒരു സുന്നത്തിൻ്റെ കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ആരും അത് നഷ്ടപ്പെടുത്തരുത്. കൂടാതെ നമ്മുടെ 30 ദിനങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു കാവൽ ലഭിക്കുന്ന ഈ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് നമുക്ക് 30 ദിവസത്തേക്കുള്ള അള്ളാഹുവിൻ്റെ കാവലാണ്. അതിനാൽ തന്നെ ഓരോ ആയത്തും നമ്മുടെ 30 ദിനങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷനാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ രാവിലെ ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും സൂറത്തുൽ മുൽക്ക് പാരായണം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമതായി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ,
പരിശുദ്ധ ഖുർആനിൽ വേറിട്ടൊരു അധ്യായം സൂറത്താണ് സൂറത്തുൽ ഫതഹ്. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ റമളാൻ്റെ ആദ്യത്തെ രാവിൽ സാമ്പത്തിക വിജയം, മക്കളുടെ വിജയം, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലയിലുള്ള പുരോഗതിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉതകുന്ന ഫതഹ് ലഭിക്കുന്ന പരിശുദ്ധമായ ഈ സൂറത്ത്, അത് നമുക്ക് ഈ ഒരു സമയത്തേക്ക് മാത്രമല്ല, അടുത്ത 2027, അതായത് ഒരു വർഷത്തേക്കുള്ള നമുക്ക് സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കാനുള്ള, സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിക്കാനുള്ള, പുരോഗതി നേടാനുള്ള ഒരു പരിശുദ്ധമായ സൂറത്താണ് സൂറത്തുൽ ഫതഹ്. അതിനാൽ തന്നെ ഈ കുഞ്ഞു സൂറത്ത് 29 ആയത്ത് അടങ്ങുന്ന ഈ പരിശുദ്ധമായ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് തന്നെ അറിയാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉപജീവന മാർഗത്തിൻ്റെ ആ സ്രോതസ്സുകൾ, ആ വഴികൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തുറന്നു നൽകും. നമ്മൾക്ക് തന്നെ അറിയില്ല അല്ലാഹ് എങ്ങനെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. അതിനാൽ തന്നെ നമ്മുടെ ഉപജീവന മാർഗത്തിൻ്റെ സ്രോതസ്സുകൾ, സമ്പൽ സമൃദ്ധി ലഭിക്കാനും അതുപോലെ തന്നെ സമ്പത്തിൽ അഭിവൃദ്ധിയെല്ലാം പുരോഗതിയെല്ലാം നേടിയെടുക്കാനൊക്കെ ഉതകുന്ന പരിശുദ്ധമായ സൂറത്തുൽ ഫതഹ്. പേരിൻ്റെ അർത്ഥം തന്നെ വിജയമെന്നാണ്. അതിനാൽ ഈ പരിശുദ്ധമായ ഈ കുഞ്ഞു സൂറത്ത് നമ്മൾ ഈ രാവിലെ പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വിജയം ലഭിക്കുന്ന ഈ പരിശുദ്ധമായ സൂറത്ത് 29 ആയത്തടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ ഫതഹ്, അതിൻ്റെ പൊരുൾ, അർത്ഥം തന്നെ വിജയം എന്നാണ്. അതിനാൽ തന്നെ എല്ലാ വിജയവും നമുക്ക് കരസ്ഥമാക്കാൻ, നമുക്ക് സ്വായത്തമാക്കാൻ ഉപകരിക്കുന്ന ഈ പരിശുദ്ധമായ സൂറത്തുൽ ഫതഹ്, അത് നമ്മൾ റമളാൻ്റെ ആദ്യത്തെ രാവിലെ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം. ഇനിയൊരു പക്ഷേ രാവിലെ നമ്മൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സുബഹിൻ്റെ ആ സമയത്തെങ്കിലും പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സൂറത്തുൽ ഫതഹ് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ നാലാമതായി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് പരിശുദ്ധ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നാളെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കോടതിയിൽ റമളാൻ മാസം സാക്ഷി നിൽക്കും. അതിനാൽ തന്നെ വിശ്വാസികളായ നമ്മൾക്കെല്ലാം പരിശുദ്ധ റമളാൻ മാസം അനുകൂലമായിട്ട് സാക്ഷി നിൽക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ ഈ ദുആ റമളാൻ മാസത്തിൻ്റെ 30 ദിനങ്ങളിലും 30 ദിനരാത്രങ്ങളിലും നമ്മൾ പാരായണം ചെയ്യേണ്ടത്, ഉരുവിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനാൽ ഈ ദിക്ർ, ഈ ദുആ നമ്മൾ റമളാൻ മാസത്തിൻ്റെ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ദുആ ഇപ്രകാരമാണ്: اللهم اجعل هذا الشهر الشريف العظيم الشاهد لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الدين والمظالم والنار. ഈ പരിശുദ്ധമായ ഈ ദുആ അത് നമ്മൾ പാരായണം ചെയ്യലാണ് തീർച്ചയായിട്ടും നാലാമത്തെ നമ്മുടെ കടമ എന്ന് പറയുന്നത്. ഇതിലെന്താണ് പറയുന്നത്? അറബിയിൽ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, അപ്പോൾ നമ്മുടെ വയസ്സായ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അറിവില്ലാത്തവർക്കൊന്നും ഒരു പക്ഷേ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും മലയാളത്തിലെങ്കിലും നമ്മൾ ഇതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഇതിൽ പറയുന്നത് അല്ലാഹുമ്മ അജ്അൽ ആദ ഷറഫ് ഷരീഫൽ അലീമൽ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ മാസത്തെ നമുക്ക് എന്ത് ചെയ്യണം? അനുകൂലമായിട്ട് നീ സാക്ഷി നിർത്തണം, പ്രതികൂലമായിട്ട് ഒരിക്കലും സാക്ഷി നിർത്തരുത്. അതുപോലെ തന്നെ നാളെ ആഖിറ ലോകത്ത് പരിശുദ്ധമായ ഈ റമളാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ശുപാർശ ചെയ്യണം, അനുകൂലമായിട്ട് ഷഫാത്ത് നിൽക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഭാര്യ സന്താനങ്ങളും എല്ലാവരുടെയും നഫ്സിനെ നരകത്തിൽ നിന്ന് നീ കാത്തുകൊള്ളണമേ, നരകത്തിലെ വിറകാക്കരുതേ
എന്നുള്ള ഈ പരിശുദ്ധമായ ദുആ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇനിയുള്ള ദിനരാത്രങ്ങളിൽ റമളാന്റെ 30 ദിനരാത്രങ്ങളിലും നമ്മൾ പാരായണം ചെയ്യേണ്ടത് വളരെ മസ്റ്റാണ്. കാരണം ഒരു സുന്നത്തിന് ഒരു ഫർളിൻ്റെ കൂലിയാണ് നമുക്ക് ഇനിയുള്ള ദിനരാത്രങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. അതിനാൽ നമ്മൾ ആരും അത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അഞ്ചാമതായി നമുക്ക് പറയാനുള്ളത്, റമളാൻ മാസത്തിൻ്റെ 30 ദിനരാത്രങ്ങളിലും നമ്മൾ ചൊല്ലേണ്ട ഈ ദുആ, ഇത് നമ്മൾ മുടങ്ങാതെ പാരായണം ചെയ്യുക എന്നതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. എന്താണ്? ആദ്യത്തേത് ഷഹാദത്ത് കലിമയാണ്. പിന്നെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനെ പൊറുക്കലിന് ചോദിക്കുന്നു. പിന്നെ സ്വർഗത്തെ ചോദിക്കുന്നു, നരകത്തെ ചോദിക്കുന്നു. അതിനാൽ തന്നെ ഈ 30 ദിനരാത്രങ്ങളിലും നമ്മൾ ഓർത്തറിഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് സുജൂദിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട പരിശുദ്ധമായ ദുആയാണ് ഈ ദുആ എന്ന് പറയുന്നത്. പിന്നുള്ളത് ആറാമത്തേത് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കലാണ്. നമുക്കറിയാം റമളാൻ മാസത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് അവ്വലു റഹ്മ, അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കേണ്ട ദിനമാണ്. അതിനാൽ തന്നെ റഹ്മത്ത് കിട്ടിയെങ്കിലേ നമുക്ക് മഗ്ഫിറത്ത് കിട്ടുള്ളൂ. മഗ്ഫിറത്ത് കിട്ടിയെങ്കിലേ നമുക്ക് ഇത്ഖു മിനന്നാർ കിട്ടുള്ളൂ. ഇത്ഖു മിനന്നാർ കിട്ടിയെങ്കിലേ നമുക്ക് എന്താ ചെയ്യുള്ളൂ? രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഇതൊരു തർത്തീബാണ്, ഓർഡർ പ്രകാരമാണ്. അപ്പം അതിനാൽ തന്നെ ഈ ഒരു ഓർഡർ ഇത് കറക്റ്റായിട്ട് പോയെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഈ പരിശുദ്ധ റമളാൻ മാസം നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതിനാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് കിട്ടാതെ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും, എല്ലാം നരകമോചനാണെങ്കിലും പാപമോചനമാണെങ്കിലും എല്ലാം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഫസ്റ്റ് ദ ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും ആദ്യത്തെ ആ 10 ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്നതിലൂടെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നേടിയെടുക്കാനും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളെല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ അവ്വലു റഹ്മ, ആദ്യത്തെ എന്താണ്? റഹ്മത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. അതിനാൽ ആദ്യത്തെ ആ ഒരു 10 ദിനരാത്രങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ റഹ്മത്ത് ചോദിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് തുടങ്ങുന്ന അത് പറഞ്ഞപ്പോൾ അതിനോട് കൂടെ നമ്മൾ ചൊല്ലി എന്നതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈയോഗില്ല. കാരണം പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ഈ റമളാന്റെ ആദ്യത്തെ രാവിലെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന, ഇജാബത്ത് കരസ്ഥമാകുന്ന ഈ പരിശുദ്ധമായ ഈ രാവിലെ തീർച്ചയായിട്ടും നമ്മൾ റഹ്മത്ത് ചോദിക്കുക തന്നെ ചെയ്യണം. എപ്പോൾ നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിലും അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്നുള്ള ഈ പരിശുദ്ധമായ ഈ ദിക്ർ നമുക്ക് ഓർമ്മ വരണം, പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ സുജൂദുകളിൽ. കാരണം ഈ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയെങ്കിലേ നമുക്ക് എല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ നമ്മുടെ എല്ലാ സമയത്തും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഈ പരിശുദ്ധമായ ദിക്റാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അള്ളാഹുവിൻ്റെ റഹ്മത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തീർച്ചയായിട്ടും നമുക്ക് ഒഴിവ് കിട്ടുന്ന എല്ലാ നേരങ്ങളിലും നമ്മൾ മാക്സിമം ഈ ഒരു ദിക്ർ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ രാവിലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈയൊഴിഞ്ഞു ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? മുൻകഴിഞ്ഞ ഗതകാല സമൂഹത്തിനൊന്നും പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത ഒരു ഓഫർ അത് ഈ പരിശുദ്ധമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതെന്താണ്? അമ്പിയാക്കൾക്കും ഒരു സമൂഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത ഒരു പരിശുദ്ധമായ ഓഫർ ഈ പരിശുദ്ധമായ റമളാന്റെ ആദ്യത്തെ രാവിലെ ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതെന്താണ്? നലറല്ലാഹു റഹ്മ, അള്ളാഹു കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം. അത് ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്ന രാവാണ് ഈ പരിശുദ്ധമായ റമളാന്റെ ഒന്നാമത്തെ രാവ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിലേക്കും നോക്കുമോ? ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ദുആ ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ. അതിനാൽ ഈ പരിശുദ്ധമായ രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റഹ്മത്ത് ചോദിക്കാത്ത കുറേ വിഭാഗം ആളുകളെല്ലാവരും ഉണ്ടാവും. അവർക്കൊന്നും ഇത് ലഭിക്കുകയില്ല. അതിനാൽ തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുലേക്ക്
റഹ്മത്ത് ചോദിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ കാരുണ്യമായ നോട്ടം ലഭിക്കുകയുള്ളൂ. അതിനാൽ തീർച്ചയായിട്ടും നമ്മൾ റഹ്മത്ത് ഈ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ റഹ്മത്ത് ചോദിച്ചു കൊണ്ടേയിരിക്കണം. പിന്നെയുള്ളത് 6-മതായി നമുക്ക് പറയാനുള്ളത്, ഈ 1-ാമത്തെ ദിവസത്തിൽ ഓരോ ദിനരാത്രങ്ങളിലും 30 ദിനരാത്രങ്ങളിലും സ്പെഷ്യൽ ദിക്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ 1-ാമത്തെ ഈ രാവിലെ ഈ പരിശുദ്ധമായ ഈ ദിക്ർ, ഇതാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അത് ഇപ്രകാരമാണ്. 8-ാമത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മർമ്മപ്രധാനമായ കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കാരണം ഇതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ, വർജിക്കുന്നതിലൂടെ നമുക്ക് എല്ലാം നഷ്ടമാകും. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ, പ്രവർത്തികളിൽ സ്വലാത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പക്ഷേ ഈ കാര്യം നമ്മൾ ഒരു പക്ഷേ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അമലുകളും ബാത്തിലാവും, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുകയില്ല. അതെന്താണ്? ആ കാര്യം എന്താണ്? നിയ്യത്താണ്. നിയ്യത്ത് മസ്റ്റാണ്. നിയ്യത്ത് നമ്മൾ വെക്കുന്നതിലൂടെയാണ് നമുക്ക് എല്ലാ പ്രവർത്തികളിലും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സ്വീകാര്യതയാവുകയുള്ളൂ. അതിനാൽ തന്നെ നിയ്യത്ത് എന്നുള്ള ആ മർമ്മപ്രധാനമായ ആ കാര്യം അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതിനാൽ തന്നെ റമളാന്റെ ആദ്യത്തെ രാവിൽ തന്നെ നോമ്പിൻ്റെ നിയ്യത്ത് അത് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. നബീത്തു സോമാദി എന്നതായി ഫർള് റമളാനി ആദ്യ സനത്തിൽ ഇല്ലാഹി തആല എന്നൊക്കെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ പറഞ്ഞു തരാറുണ്ട്. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ ഈ നിയ്യത്ത് അത് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ തറാവി നമസ്കാരത്തിൻ്റെ, ഇശാ നമസ്കാരത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ സുബഹ് വാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ അത് വെക്കൽ നിർബന്ധമാണ്. അതിനാൽ തന്നെ ഈ ആദ്യത്തെ രാവ് നമ്മൾ കടന്നു വരുന്നതോടു കൂടെ മഹത്തുക്കൾ, ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു, ഈ റമളാൻ മാസത്തിന്റെ എല്ലാ നോമ്പുകളും ഞാൻ നോൽക്കാൻ കരുതി എന്നുള്ള ആ ഒരു നിയ്യത്ത് നമ്മൾ കോമൺ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ദിനത്തിൽ നമ്മൾ നോമ്പിന്റെ നിയ്യത്ത് മറന്നു പോയി കഴിഞ്ഞാൽ എന്നും അപ്ഡേറ്റ് ആയിട്ട് വെക്കേണ്ടതാണ് നോമ്പിന്റെ നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്ഡേഷനായിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ എന്താണ് അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ നോമ്പിന്റെ നിയ്യത്ത്. അതിനാൽ ഒരു ദിവസം നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നോമ്പ് നോൽക്കാൻ കരുതി എന്നുള്ള ഈ നോമ്പ് അതിന് പകരമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും, അതിന് ഉപകാരപ്പെടുമെന്നാണ് മഹത്തുക്കൾ, ഫുഖഹാക്കൾ പരിചയപ്പെടുത്തുന്നത്. ഷാഫി മദ്ഹബിൽ ഒരാൾ ഒരു ദിവസം നോമ്പ് വെക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്ന് അവൻ നോമ്പുകാരനെ പോലെ നിൽക്കുകയും അന്നപാനീയങ്ങൾ, ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിച്ച് നോമ്പുകാരനെ പോലെ നിൽക്കുകയും അതുപോലെ തന്നെ മഗ്‌രിബ് വരെ ഒന്നും കഴിക്കാത്ത രീതിയിൽ നിൽക്കുകയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാവുകയും കൂടാതെ അത് പിന്നീട് ഖളാവ് വീട്ടണമെന്നാണ് ഷാഫി മദ്ഹബിലുള്ളത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നോമ്പിന്റെ ആദ്യത്തെ രാവിലെ തന്നെ നമ്മൾ എല്ലാ നോമ്പും നോൽക്കാൻ നിയ്യത്ത് കരുതി എന്നുള്ള ആ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏതെങ്കിലും ദിനത്തിൽ നമ്മൾ മറന്നു പോകാൻ ഇട വന്നു കഴിഞ്ഞാൽ ആ നോമ്പ് ഈ ഒരു നിയ്യത്തിൽ പരിഹരിക്കുമെന്നാണ് ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് 9-ാമത്തെ പരിചയപ്പെടുത്താനുള്ളത് ദുആ ചെയ്യലാണ്. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഇജാബത്തുകൾ കൊണ്ട് ധന്യമാവുന്ന ഈ പരിശുദ്ധമായ രാവിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാഥനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതിനാൽ തന്നെ എല്ലാവരും മാക്സിമം ദുആയിൽ എൻഗേജഡ് ആവുക. സമയത്തുള്ള നമ്മുടെ ദുആ അതിന് വലിയ ഇജാബത്താണ്. നോമ്പുകാരൻ്റെ ദുആ എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ട് ഇജാബത്ത് ലഭിക്കുന്ന പരിശുദ്ധമായ നേരമാണ് നോമ്പ് തുറയുടെ നേരം. അതിനാൽ തീർച്ചയായിട്ടും നമ്മൾ ദുആ കൊണ്ട് വ്യാപൃതകരാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും നോമ്പുകാരൻ്റെ ദുആക്ക് വലിയ ഉത്തരം ലഭിക്കുന്ന പരിശുദ്ധമായ ഒരു സമയമാണ് നോമ്പ് തുറയുടെ സമയം. അതിനാൽ തീർച്ചയായിട്ടും നമ്മൾ ദുആയിൽ എൻഗേജഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നീട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്താണോ നമ്മുടെ ആവശ്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യലാണ് 9-ാമതായിട്ട് നമുക്ക് പറയാനുള്ളത്. 10-ാമതായിട്ട് നമുക്ക് ഉണർത്താനുള്ള കാര്യം റമളാന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ
പ്രത്യേകിച്ച് നമ്മൾ വിരിപ്പുറയിലേക്ക് കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ഉളുവിലായിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഉളുവിലായിട്ട് കിടക്കുന്ന ആൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ ഇബാദത്ത് ചെയ്യുന്നത് പോലെയാണെന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഉളുവ് നമ്മൾ ദായിമാക്കുക, നിത്യമാക്കുക. അതിനാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ വിരിപ്പറയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഉളുവിലായിട്ട് നമ്മൾ ആ രാത്രിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ ഉറങ്ങുന്നവരായിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത് ആയിട്ടാണ്. അതിനാൽ ഈ പരിശുദ്ധമായ ഈ രാവിലെ ഒരു സുന്നത്ത് ചെയ്യുന്നതിന് ഫർളിൻ്റെ കൂലിയാണ്. ഒരു ഫർളിനോ 70 ഫർളിൻ്റെ കൂലിയാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒളുവിലായിട്ട് നിത്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. 11ാമത്തെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സഹർ, അത്താഴം. അതെന്താ ചെയ്യണം? അത്താഴം കഴിച്ചാണ്ട് നമ്മൾ നോമ്പിനെ വരവേൽക്കണം, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അത്താഴം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ്. കാരണം നമുക്ക് വിശപ്പില്ലെങ്കിൽ പോലും, ദാഹമില്ലെങ്കിൽ പോലും ഒരു ഈത്തപ്പഴോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ടെങ്കിലും നമ്മൾ അത്താഴത്തിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അത്താഴത്തിന് അത്രത്തോളം ശ്രേഷ്ഠതയും മഹത്വമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. കാരണം എന്തെന്നാൽ നമ്മൾ റമളാൻ മാസത്തിൽ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫർളിന്റെ കൂലിയിലേക്ക് മാറും. എന്നാൽ അത്താഴ സമയത്താണ് നമ്മൾ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നാൽ 700 സുബ്ഹാനല്ലാഹ് പറഞ്ഞതിന്റെ കൂലിയാണ്. അതിനാൽ തന്നെ ഒരു യാസീൻ സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ 700 യാസീൻ സൂറത്ത് ഓതുന്നതിന്റെ കൂലിയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം നമുക്ക് ഓഫറുകൾ കോരിച്ചൊരിഞ്ഞ് തരുന്ന ആ അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും അത്താഴത്തിൻ്റെ ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 അൽഹംദുലില്ലാന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തും. അപ്പോൾ അത്രത്തോളം ഇജാബത്ത് ലഭിക്കുന്ന, ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള, അത്രത്തോളം നമുക്ക് നന്മകൾ കോരിച്ചൊരിയുന്ന ആ പരിശുദ്ധമായ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മാനിക്കാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനാൽ തന്നെ നമുക്ക് വിശപ്പില്ലെങ്കിൽ പോലും നമ്മൾ ഒരു കാരക്ക തുറന്നുകൊണ്ടോ ഒരു കാരക്ക കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ആ അത്താഴത്തെ നമ്മൾ എന്ത് ചെയ്യണം? സമീപിക്കണം. ആ അത്താഴം നമ്മൾ മുടക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ പറയുന്നത് നമ്മുടെ സൂര്യാസ്തമനത്തിൻ്റെ ശേഷം മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നതോടു കൂടി, പ്രധാനമായിട്ടും സൂര്യാസ്തമനത്തോടു കൂടി ഉറപ്പായി കഴിഞ്ഞാൽ മഗ്‌രിബിൻ്റെ ആ സമയമായി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാം. എന്നാൽ നമ്മുടെ ഈ സമയത്ത് നോമ്പ് തുറക്കുന്നതിൻ്റെ ഈ ഇടയിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ സമയമാകാതെ നമ്മൾ ഒരിക്കലും നോമ്പ് തുറക്കാൻ പാടില്ല. എന്നാൽ ളുഹറിൻ്റെ സമയത്താണെങ്കിലും അസറിൻ്റെ സമയത്താണെങ്കിലും പിന്നെ സുബഹിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇടയിൽ വന്നു പോകാറുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, 10ാമതായിട്ട് നമുക്ക് ഉണർത്താനുള്ള കാര്യം, റമളാൻ്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ വിരിപ്പുറയിലേക്ക് കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ഉളുവിലായിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഉളുവിലായിട്ട് കിടക്കുന്ന ആൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഇബാദത്ത് ചെയ്യുന്നത് പോലെയാണെന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഉളുവ് നമ്മൾ ദായിമാക്കുക, നിത്യമാക്കുക. അതിനാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ വിരിപ്പറയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഉളുവിലായിട്ട് നമ്മൾ ആ രാത്രിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ ഉറങ്ങുന്നവരായിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത് ആയിട്ടാണ്. അതിനാൽ ഈ പരിശുദ്ധമായ ഈ രാവിലെ ഒരു സുന്നത്ത് ചെയ്യുന്നതിന് ഫർളിൻ്റെ കൂലിയാണ്. ഒരു ഫർളിനോ 70 ഫർളിൻ്റെ കൂലിയാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒളുവിലായിട്ട് നിത്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. 11ാമത്തെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സഹർ, അത്താഴം.
അതെന്താ ചെയ്യണം, അത്താഴം കഴിച്ചാണ്ട് നമ്മൾ നോമ്പിനെ വരവേൽക്കണം, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അത്താഴം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ്. കാരണം നമുക്ക് വിശപ്പില്ലെങ്കിൽ പോലും ദാഹമില്ലെങ്കിൽ പോലും ഒരു ഈത്തപ്പഴോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ടെങ്കിലും നമ്മൾ അത്താഴത്തിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അത്താഴത്തിന് അത്രത്തോളം ശ്രേഷ്ഠതയും മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. കാരണം എന്തെന്നാൽ നമ്മൾ റമളാൻ മാസത്തിൽ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫർളിന്റെ കൂലിയിലേക്ക് മാറും. എന്നാൽ അത്താഴ സമയത്താണ് നമ്മൾ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നാൽ 700 സുബ്ഹാനല്ലാഹ് പറഞ്ഞതിന്റെ കൂലിയാണ്. അതിനാൽ തന്നെ ഒരു യാസീൻ സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ 700 യാസീൻ സൂറത്ത് ഓതുന്നതിന്റെ കൂലിയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം നമുക്ക് ഓഫറുകൾ കോരിച്ചൊരിഞ്ഞ് തരുന്ന ആ അത്താഴത്തിൻ്റെ സമയത്ത് ഒരിക്കലും അത്താഴത്തിൻ്റെ ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 അൽഹംദുലില്ലാന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തും. അപ്പോൾ അത്രത്തോളം ഇജാബത്ത് ലഭിക്കുന്ന, ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള, അത്രത്തോളം നമുക്ക് നന്മകൾ കോരിച്ചൊരിയുന്ന ആ പരിശുദ്ധമായ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മാനിക്കാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനാൽ തന്നെ നമുക്ക് വിശപ്പില്ലെങ്കിൽ പോലും നമ്മൾ ഒരു കാരക്ക തുറന്നുകൊണ്ടോ ഒരു കാരക്ക കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യണം, ആ അത്താഴത്തെ നമ്മൾ എന്ത് ചെയ്യണം, സമീപിക്കണം. ആ അത്താഴം നമ്മൾ മുടക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ പറയുന്നത് നമ്മുടെ സൂര്യാസ്തമനത്തിൻ്റെ ശേഷം മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതോടു കൂടി, പ്രധാനമായിട്ടും സൂര്യാസ്തമനത്തോടു കൂടി ഉറപ്പായി കഴിഞ്ഞാൽ മഗ്രിബിൻ്റെ ആ സമയമായി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാം. എന്നാൽ നമ്മുടെ ഈ സമയത്ത് നോമ്പ് തുറക്കുന്നതിൻ്റെ ഈ ഇടയിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ സമയമാകാതെ നമ്മൾ ഒരിക്കലും നോമ്പ് തുറക്കാൻ പാടില്ല. എന്നാൽ ളുഹറിൻ്റെ സമയത്താണെങ്കിലും അസറിൻ്റെ സമയത്താണെങ്കിലും പിന്നെ സുബഹിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇടയിൽ വന്നു പോകാറുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നിങ്ങളുടെ പ്രയാസങ്ങളെക്കുറിച്ച്, വേവലാതികളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. കാരണം അത് പരദൂഷണവും ഈബത്തുമായിട്ടെല്ലാം മാറും. അതിനാൽ ഒരാളുടെ ഒരു കുറ്റം കുറവ് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ നോമ്പിനെ ബാധിക്കും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, പൊരുത്തമില്ലാത്ത ഒരു കാര്യം നമ്മളെ റമളാൻ മാസത്തിൽ വന്നു പോകാൻ പാടില്ല. റീൽസ് നമ്മൾ കാണും, പക്ഷെ നമ്മൾ റീൽസ് കാണുന്ന സമയത്ത് ഹലാലായത് നല്ലതും ഉണ്ടാവും, മോശമായതും ഉണ്ടാവും. ഒരു മോശമായതാണ് നമ്മൾ കാണുന്നതെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതാണ് നമ്മൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിൻ്റെ നോമ്പാണ് നഷ്ടമാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരാളെക്കുറിച്ച് അവരുടെ സാന്നിധ്യമില്ലാതെ അല്ലെങ്കിൽ സാന്നിധ്യമുണ്ടായിട്ട് അവരെ കുറിച്ച് മോശമായിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയുമ്പോൾ, അവരെക്കുറിച്ച് നമ്മൾ മോശമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഉള്ള കാര്യം തന്നെ നമ്മൾ മറ്റൊരാളോട് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ നാവിൻ്റെ നോമ്പാണ് അവിടെ നഷ്ടമാവുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. കാതിനാണെങ്കിലും കണ്ണിനാണെങ്കിലും ചെവിക്കാണെങ്കിലും കൈയിനാണെങ്കിലും എല്ലാത്തിനും നോമ്പുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. അതൊന്നും നമ്മൾ ബാത്തിലാക്കാൻ പാടില്ല എന്നതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നീട് നമുക്ക് പറയാനുള്ളത്, അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തറാവി നമസ്കാരത്തിൻ്റെ കാര്യമാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ ദിനരാത്രങ്ങളിൽ എല്ലാവർക്കും തറാവി ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ഇനി രണ്ടാമത്തെ ദിവസം നിർവഹിച്ചാൽ മതിയല്ലോ എന്നുള്ള ഒരു ചിന്ത കടന്നു വന്നേക്കാം. എന്നാൽ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ രാവിലെ തറാവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കൂലി കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് മുടക്കാൻ നമുക്ക് സാധിക്കില്ല എന്നതാണ്. അലി റളിയല്ലാഹു അൻഹു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഒന്നാമത്തെ തറാവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കൂലി എന്താണെന്ന് ചോദിച്ചപ്പോൾ കയോമ വലദത്തു ഉമ്മുഹു എന്ന് പറഞ്ഞ്, പ്രസവിച്ച
കുട്ടിക്ക് എങ്ങനെയായിരിക്കും ഈ ഭൂമി ലോകത്തേക്ക് നമ്മുടെ ലോകത്തേക്ക് ഭൂജാതനാവുമ്പോൾ എങ്ങനെയായിരിക്കും? അതുപോലെ ആയിരിക്കും. ഒരു പാപവുമില്ലാത്ത, ഒരു സുരക്ഷിതമായിട്ട് ഒരു പാപവുമില്ലാത്ത ആളെ പോലെ ആയിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഹജ്ജ് നിർവഹിച്ച് വന്ന ഹാജിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന എന്താണ്? ഒരു പാപവുമില്ലാത്ത സുരക്ഷിതമായിട്ടുള്ള സംശുദ്ധമായിട്ടുള്ള ആളെ പോലെയായിരിക്കും. അതിനാൽ തന്നെ അത്രത്തോളം കോടികൾ രൂപ ചിലവഴിച്ച് വന്ന ഹാജിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ ഓഫറാണ് നമുക്ക് പരിശുദ്ധമായ ഈ രാവിലെ തറാവി നമസ്കരിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഒരു പാപവുമില്ലാത്ത സംശുദ്ധരായിട്ടുള്ള ആളുകളെ പോലെ അവർക്ക് മാറാൻ കഴിയുമെന്നതാണ് പരിശുദ്ധ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 11 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധത്തിൽ നിന്ന് ഉറ്റവരുമായിട്ടുള്ള എല്ലാവരുടെയും ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂന്തോപ്പാക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നീക്കി നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് എത്തിക്കുകയും ഇൽമു കൊണ്ട് ധന്യമാകാനും അമൽ കൊണ്ട് മുഖരിതമാകാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ യാസ് വ്ളോഗിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഓളെന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഇതുപോലെ ഇടുന്ന ഇസ്ലാമിക് വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. കൂടാതെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഈ വിനീതനെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഞാനും ഉൾപ്പെടുത്തുമെന്ന വാക്കോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വാഖിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.